കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നത് മരണം സംഭവിച്ച വീടുകളിലാണ്. പരിമിതി മൂലം വളരെയധികം പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുവരണം എന്നൊരാശയത്തിലേക്ക് നമ്മൾ എത്തി. മയ്യത്ത് വരുമ്പോഴത്തേക്കും മയ്യത്തിൻ്റെ കൂടെയും ആൾക്കാരുണ്ടാവും. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ക്ലീനിങ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് നിസ്കാരവും ഉണ്ട്. മയ്യത്ത് കഫം പൊതിന കഴിയുമ്പോൾ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമുണ്ട്. ആ നിസ്കാരവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആംബുലൻസും ഉണ്ട്. അപ്പോൾ ആംബുലൻസിൽ മയ്യത്തിനെ തിരിച്ച് അവർ വീട്ടിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ ആയിട്ട്. എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള അന്വജൂം ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് നമ്മളുള്ളത്. അത്ര കേട്ടുപരിചയമില്ലാത്ത ഒരു പ്രക്രിയ നടത്തുന്നവരാണ്, അല്ലെങ്കിൽ ആരോരുമില്ലാതെ വീടുകളിൽ കഴിയുന്നവർ, അല്ലെങ്കിൽ വീടുകളിൽ താമസം അധികം സ്ഥലമില്ലാത്തവർ തുടങ്ങിയ ആളുകളുടെയൊക്കെ മൃതദേഹം ഏറ്റെടുത്ത് മൃതദേഹ പരിപാലനം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് തന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത്? എന്നാണ് ഇത് ആരംഭിച്ചത്? ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. ഖുർആൻ പഠിച്ചു തുടങ്ങിയതാണ് ഞങ്ങളെല്ലാവരും. അവിടെ നിന്നാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്മ സമൂഹത്തിന് ചെയ്യണം എന്നുള്ളൊരു ആശയം ഉണ്ടായി. അവിടെ ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ദാനമായിട്ട് കിട്ടിയതാണ്. 2 സെന്റ് സ്ഥലവും. ഇപ്പോൾ ഒരു പഴയ കെട്ടിടമായിരുന്നു. അപ്പോഴാണ് നമ്മൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നത് മരണം സംഭവിച്ച വീടുകളിലാണ്. പരിമിതി മൂലം വളരെയധികം പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇങ്ങനെ കൊണ്ടുവരണം എന്നൊരാശയത്തിലേക്ക് നമ്മൾ എത്തി. ഇപ്പോൾ 2023 നമ്മൾ ആരംഭിച്ചു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 819ഓളം മയ്യത്തുകളായി ഇപ്പോൾ ഇവിടെ കുളിപ്പിക്കുന്നത്. ആണിൻ്റെ വരുമ്പോൾ അതിനുള്ള ഒരു വിങ് വേറെ ഉണ്ട്, ആണുങ്ങളുടെ അവർ കൈകാര്യം ചെയ്യും. സ്ത്രീകളുടെ വരുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാം. നിങ്ങൾ എത്ര പേരാണുള്ളത്? നമ്മൾ 14 പേരാണ്, 14 അംഗങ്ങളാണ്. ഇങ്ങനൊരു സേവന പ്രവർത്തനം തുടങ്ങാം എന്ന ആശയം എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? ഖുർആനാണ് ഞങ്ങളുടെ മോട്ടിവേറ്റർ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നിന്നിട്ടാണ് ഇത്തരം നന്മകൾ നമ്മൾ ചെയ്യണത്. ഇത് മയ്യത്ത് പരിപാലനം മാത്രമല്ല, എല്ലാത്തരം സമൂഹത്തിൽ എത്തി മക്കളെ പരിഗണിക്കൽ, വയോവൃദ്ധകളായ ഒറ്റപ്പെട്ട് ജീവിക്കണ ഉമ്മമാരുണ്ട് വീടുകളിൽ. അവർക്ക് ഒരു നേരത്തെ പൊതിച്ചോറ് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗി സന്ദർശനങ്ങൾ, രോഗി പരിപാലനങ്ങൾ നടത്താറുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. പിന്നെ പ്രകൃതി ദുരന്ത പ്രദേശങ്ങൾക്ക് കൈത്താങ്, വയനാട് പോലെയുള്ള അവിടെയൊക്കെ നമുക്കൊരു കൈത്താങ് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്, ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. വെക്കേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഏതായാലും അതൊരു വലിയ കണക്കാണ്. അതായത് കഴിഞ്ഞ 3 വർഷത്തിലേക്ക് 819 മൃതദേഹങ്ങളാണ് ഇവർ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കൃത്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ശരിക്കും ഒരു മൃതദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യുക? മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളതിനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്യല്. സാധാരണ എല്ലാം റെഡി ആയിരിക്കും. ഇവിടെ കഫൻ തുണിയും എല്ലാം. വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യം മെസ്സേജ് വരുമ്പോൾ ഇതിൽ റെഡി ആയിട്ടുള്ള ഒരു 3-4 പേര് ഉടനെ ഇവിടെ എത്തും. ആദ്യത്തെ ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ട് മയ്യത്തെത്തുന്നതിന് മുമ്പ്. അതൊക്കെ ആദ്യം നമ്മൾ ചെയ്യും. എന്നിട്ടായിരിക്കും മയ്യത്ത് വരുന്നത്. മയ്യത്ത് വരുമ്പോഴത്തേക്കും മയ്യത്തിൻ്റെ കൂടെയും ആൾക്കാരുണ്ടാവും. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ക്ലീനിങ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് നിസ്കാരവും ഉണ്ട്. മയ്യത്ത് കഫം പൊതിന കഴിയുമ്പോൾ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരമുണ്ട്. ആ നിസ്കാരവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആംബുലൻസും ഉണ്ട്. അപ്പോൾ ആംബുലൻസിൽ മയ്യത്തിനെ തിരിച്ച് അവർ വീട്ടിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ ആയിട്ട്. ആരോഗ്യമില്ലാത്ത മൃതദേഹമാണെങ്കിൽ എന്താണ് ചെയ്യുക? അതും ആംബുലൻസ് സർവീസ് ഉണ്ട്. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് അത് ചെയ്യുന്നത്. പള്ളിയിലോട്ട് ജനാസ പള്ളിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. പള്ളിയിൽ തന്നെയാണ് അടക്കം ചെയ്യുന്നത്. അപ്പോൾ പള്ളിയിലോട്ട് കൊണ്ടുപോകും. വീടുകളുണ്ടാവില്ല. അപ്പോൾ ഇവിടെ തന്നെ പൊതുദർശനത്തിന് വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇതിനാവശ്യമായ ചെലവിനും മറ്റുള്ള പൈസയൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് ബോക്സ് ഉണ്ട്. പിന്നെ ഞങ്ങളൊരു ആപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് ബോക്സസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് സ്ത്രീകൾ ക്ലാസ്സിനായിട്ട് വരുമല്ലോ, അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആൾക്കാരോട് നമ്മളായിട്ട് ആൾക്കാരെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ആൾക്കാർ തരുന്നവരുണ്ട്. അങ്ങനെ തന്നെയാണ്. ഈ ഒരു ആപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുക? അത് നമ്മൾ ഏറ്റവും ഒരു രൂപ മുതൽ, ഏറ്റവും ചെറിയ എമൗണ്ട് മുതൽ എത്ര രൂപ വരെ വേണമെങ്കിലും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിലേക്ക് സംഭാവന ചെയ്യാം. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അത് ആരും അറിയൂല എന്നുള്ളതാണ്.
എത്ര രൂപ സംഭാവന ചെയ്താലും അവരും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. അത്രയും സുരക്ഷിതമായൊരു സംഭാവന സംവിധാനമാണ് നമ്മൾ അതിൽ കൂടെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ ആപ്പിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ ആക്ച്വലി ഈ ആപ്പ് ജസ്റ്റ് ചാരിറ്റി മാത്രമല്ല, ഇന്നൊരു കാറ്റഗറി മാത്രമല്ല. ഈ ആപ്പിൽ നമുക്ക് മയത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാം. പിന്നെ സക്കാത്ത് ഉണ്ട്, ഇപ്പോൾ നമുക്ക് സക്കാത്ത് കൊടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പരിപാലിക്കുന്ന യത്തീം കുട്ടികളെ പരിപാലിക്കുന്ന പറഞ്ഞല്ലോ, അതിലോട്ടുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറി 8 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പേഷ്യൻസിനുണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഒന്നും കൂടി ഈസി ആക്കിയിട്ട്, ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഫ്രൈഡേസ് ഒക്കെ ചാരിറ്റി ചെയ്യണം. ഫ്രൈഡേസ് നമുക്കൊരു സ്പെഷ്യലാണല്ലോ, അപ്പോൾ അന്ന് ചാരിറ്റി ചെയ്യാൻ തോന്നിയാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം നമ്മുടെ ആ ഒരു ഫോണിൽ തന്നെ സെറ്റ് ചെയ്തേക്കണേ. നമുക്ക് ഇഷ്ടമുള്ളതിലോട്ട് 10 രൂപ മുതൽ. ഇനി അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ എപ്പോഴും മറന്നു പോകണമെങ്കിൽ നമുക്ക് ഓട്ടോ പേ ഇതുണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചാൽ വീക്ക്ലി മന്ത്ലി ഒക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ആർക്കും അതിൽ കൂടി നമ്മളുടെ ഈ പ്രവർത്തനത്തിന് പങ്കാളികളാവാം. അപ്പം നമ്മളത് കറക്റ്റ് ആ ഒരു കാറ്റഗറി കണക്കാക്കിയാൽ നമുക്ക് എല്ലാം നമ്മൾ പരിഗണിക്കുന്ന കാറ്റഗറീസ് ആണല്ലോ, അത് കണക്കാക്കി നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. അത് ഫുഡ് കിറ്റായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ യത്തീം കുട്ടികൾക്ക് മന്ത്ലി ഫുഡ് കിറ്റ് ഉണ്ട്. അവരുടെ ഫാമിലിയിലോട്ട് 1 മാസത്തേക്കുള്ള സാധനങ്ങളുടെ ഫുഡ് കിറ്റ് ഉണ്ട്. ഇപ്പോൾ രോഗികൾക്ക് മന്ത്ലി നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് മന്ത്ലി ആവശ്യമായ മെഡിസിൻസ് എല്ലാ മാസവും കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡൊണേഷൻ ആപ്പ്, ചാരിറ്റി ആപ്പ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഒരു മൃതദേഹ പരിപാലന കേന്ദ്രം കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത് പള്ളുരുത്തിയിലുണ്ട്, മട്ടാഞ്ചേരി. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് കേരളത്തിൽ ആദ്യം ഇത് തുടങ്ങിയിട്ട് നിങ്ങളാണ്? അതെ അതെ. ഏതായാലും വളരെ മഹത്തായ ഒരു സേവനം കൂടിയാണ് നടത്തുന്നത് നാടിന് വേണ്ടി. കാരണം ആരോഗ്യമില്ലാത്തവർക്ക്, വീടുകളിൽ സ്ഥലമില്ലാത്തവരുടെയൊക്കെ മൃതദേഹ പരിപാലനം സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന 2023 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അപ്പോൾ ഇനിയും കൂടുതൽ നന്മ പ്രവർത്തനങ്ങൾ, മറ്റ് നന്മ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്തത്തിലടക്കം ഒരുപാട് സഹായം നടത്തിയ ആളുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമൂഹ്യ നന്മകൾ ചെയ്യാൻ അവർക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.